ചെറിയൊരു സീൻസ് കാണുമ്പോൾ അവരും തിരിച്ചു വീട്ടിലാണെന്നുള്ളതാണ്. വെറും 3 വർഷങ്ങൾക്ക് മുമ്പാണ് സലീം കുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞു. അദ്ദേഹം അഭിനയിച്ച ആ ഒരു സിനിമയിലെ ആ രംഗം കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്കത് ഭയങ്കര പേടിയുണ്ടാക്കിയ ഒരു വേഷമായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഒരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് അദ്ദേഹത്തെ എതിർക്കാൻ കഴിയുക? അദ്ദേഹം പറഞ്ഞത് ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിൽ ഞാൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, മുരളിയില്ല. അതിൽ ഒരുപാട് നടന്മാരുണ്ട്. ആ നടന്മാരൊപ്പം ജീവനുള്ള ഒരാൾ മാത്രം എന്ന് പറയുന്നൊരവസ്ഥ അത് നേരിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. ഒരു 3 വർഷം അങ്ങനെ പറഞ്ഞത്. ആ മനുഷ്യനാണ് ഇപ്പോൾ നമ്മളെ വിട്ടു പോയിട്ടുള്ളത്. ഒരു ചിരിയോടെ അല്ലാതെ നമുക്ക് സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. സലീം കുമാറിൻ്റെ ചില കഥാപാത്രങ്ങളൊക്കെ എവർലാസ്റ്റിംഗ് ആണ്, ചിലതൊക്കെ മീമുകളാണ്, ചില ഡയലോഗുകളൊക്കെ നമ്മൾ ജീവിതത്തോടെ ഒപ്പം ചേർത്ത് വെച്ചിട്ടുള്ള ഡയലോഗുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സന്ദർഭത്തിലൊക്കെ സലീം കുമാർ പറഞ്ഞ ഡയലോഗുകളൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സുഹൃത്തിൻ്റെ പോക്കറ്റൊക്കെ നോക്കിയിട്ട് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയുന്ന ഡയലോഗെങ്കിലും ആ ഒരു ഡയലോഗെങ്കിലും പറയാത്ത ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. അത്രയേറെ നമ്മുടെ ജീവിതവുമായിട്ട്, മലയാളിയുടെ ജീവിതവുമായിട്ട് ഈ മനുഷ്യൻ്റെ ഡയലോഗുകൾ ഒക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നേരം പോലെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. മലയാള സിനിമയിലത്തെ ഒട്ടുമിക്ക കോമഡി കഥാപാത്രങ്ങളെയും മലയാള സിനിമയിലെ ചില സംവിധായകർ ഉപയോഗിച്ചിട്ടില്ല. അവർ സ്ഥിരം കോമഡി കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ നിലനിർത്തുകയായിരുന്നു. അങ്ങനെ നിർത്തിപ്പോയൊരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം. പക്ഷേ എന്തോ ലാൽ ജോസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ തൻ്റെ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തതോടുകൂടി ഈ മനുഷ്യൻ്റെ റേഞ്ച് ചില്ലറയൊന്നുമല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. സലീം കുമാർ എന്ന് പറയുന്ന ആ ഒരു കൊമേഡിയൻ്റെ റേഞ്ച്, അഭിനയത്തിലുള്ള റേഞ്ച് ചില്ലറയൊന്നുമല്ല, അത് അപാരമാണ് എന്ന തോന്നലൊക്കെ ഉണ്ടാക്കി. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തിനെ കുറിച്ചൊക്കെ എൻ്റെ വീഡിയോസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, മലയാള സിനിമയിലെ 100% എല്ലാ കൊമേഡിയൻസിനെയും കോമഡി കഥാപാത്രങ്ങൾ മാത്രമായിട്ട് മാറ്റി നിർത്തരുതെന്നും അവരെ മാറ്റി പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അഭിനേതാക്കളായിട്ട് ഇവരൊക്കെ മാറും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് നമ്മുടെ ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. എത്ര കാലം കോമഡി ആയിരുന്നു അല്ലേ? എത്ര കാലം അദ്ദേഹത്തിൻ്റെ ശരീരത്തൊക്കെ അപഹസിച്ചുകൊണ്ട് സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ ലാസ്റ്റ് സൂര്യയുമായിട്ട് സിനിമ ചെയ്തുകൊണ്ട് തമിഴ്നാട് മുഴുവൻ ആ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ളൊരു കഥാപാത്രം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കുന്നു. മറ്റാരുണ്ടെങ്കിലും അദ്ദേഹം സ്ക്രീനുണ്ടെങ്കിൽ, ഇന്ദ്രൻസ് സ്ക്രീനുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ആളുകൾ എന്ന തലത്തേക്ക് ഒരു സിനിമയെ മാറ്റി നിർത്തുന്നതെങ്കിൽ അതാണ് ആ മനുഷ്യൻ അവിടെ ചെയ്ത അഭിനയം എന്ന് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്. മലയാളത്തിൽ ഒരുപാട് അച്ഛന്മാരുടെ ഉറക്കം കെടുത്തിയൊരു സിനിമയായിരുന്നു. ഒരുപാട് രക്ഷിതാക്കളുടെ, പെൺമക്കളുള്ള ഒരുപാട് രക്ഷിതാക്കളുടെ ഉറക്കം കെടുത്തിയ സിനിമയായിരുന്നു ഈ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്നത്. എന്തായാലും പിന്നീട് അതിന് അദ്ദേഹത്തിന് 2ാമത്തെ അഭിനയത്തിനുള്ള നമ്മുടെ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരു മികച്ച നടനുള്ള ഒരു അവാർഡൊക്കെ ലഭിക്കുന്ന ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഓരോ നാണയത്തൊട്ട് സ്വരുക്കൂട്ടി വയ്ക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. പിന്നെ 2010 അദ്ദേഹത്തിന് അതിലാണ് ദേശീയ പുരസ്കാരമൊക്കെ ലഭിക്കുന്നത്. പിന്നെ 2010 തന്നെ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ ദിലീപിനൊപ്പം, ഒപ്പം തന്നെ നമ്മുടെ കലാമണി, നമ്മുടെ മരിച്ചുപോയ കലാമണിക്കൊപ്പമൊക്കെ കൊച്ചിൻ കലാഭവൻ ട്രൂപ്പിലാണ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ ഇഷ്ടമായ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മരണം വരെ ഇദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു സംശയമില്ല, അയാൾ അസല് കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരു നിമിഷം പോലും അദ്ദേഹം തൻ്റെ ആശയം വിട്ട് കളിക്കാൻ, തൻ്റെ ഒരു രാഷ്ട്രീയം വിട്ട് കളിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും അത്രയേറെ വെയ്യാതിരുന്നിട്ട് പോലും VD സതീശന് വേണ്ടിയിട്ട്, സ്വന്തം നാട്ടുകാരനാണ്, VD സതീശൻ മേനോന് വേണ്ടിയിട്ട് ശക്തമായിട്ട് ആ വയ്യാത്ത സമയത്തും പോരാടാൻ ഇറങ്ങിയൊരു മനുഷ്യനാണ്.
അവസാനം പങ്കെടുത്ത പരിപാടി പോലും എനിക്ക് തോന്നുന്നു വി.ഡി. സതീശന്റെ പ്രോഗ്രാമിലാണോ അവസാനമായിട്ട് പങ്കെടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയേറെ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാരനായതുകൊണ്ടായിരിക്കും ഇദ്ദേഹം അസുഖമായിട്ട് കിടപ്പിലാണെന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് താഴത്ത് കുറെ ചില ആളുകളൊക്കെ വളരെ മോശം കമന്റുകളൊക്കെ ഇടുന്നു കണ്ടോ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എന്തായാലും ഇത് കേൾക്കണം കേട്ടോ. അയ്യോ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനെ കുറിച്ചുള്ള സംസാരമാണ്. ആ ഒരു വയ്യാത്ത സമയത്തും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ആ പാട്ട് എനിക്ക് പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ആണ്. ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാം പോലും തീരെ വയ്യ, ഒട്ടുമേ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും, ആരോഗ്യസ്ഥിതി അത്രയേറെ മോശമായ സമയത്ത് പോലും അവർക്ക് വേണ്ടിയിട്ട്, തന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ നിന്നു എന്നുള്ളത് അദ്ദേഹം അഭിനന്ദനാർഹനാണ്. ഒരു സംശയമില്ല. കാരണം അതൊന്നും മാറ്റിപ്പിടിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ചിറ്റാറ്റൂരെ LPS ചെന്നപ്പോ എന്താ കുട്ടിയുടെ പേര് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു സലിം എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു പറ്റില്ലല്ലോ അത്, കാരണം കുട്ടി ഹിന്ദുവല്ലേ, പേര് കേട്ടാ മുസ്ലിങ്ങളൊക്കെ പോലിരിക്കുന്നു. അപ്പൊ അച്ഛനും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ പേരിന്റെ കൂടി കുമാർ കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദു ആക്കി. അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദുവായി. പരിഹാസം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഇപ്പോഴും നോക്കൂ, അദ്ദേഹത്തിന് അടക്കം ചെയ്യുന്നത് മതാചാരപ്രകാരമല്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. ദൈവവിശ്വാസി ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ദൈവവിശ്വാസി ഒന്നും തീരെ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തേണ്ടതാണ്. പക്ഷെ അത് അങ്ങനെയല്ല. ദൈവവിശ്വാസം ഇല്ലാത്തൊരു കോൺഗ്രസ്സുകാരൻ, അത് അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ദൈവവിശ്വാസം ഇല്ലാതാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ചിന്താഗതികളൊക്കെ പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ, ഒരു പേര് കൊണ്ടൊക്കെയാണ് ഒരു മനുഷ്യനെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സലീം എന്നുള്ള പേര് മുസ്ലിം പേരായതുകൊണ്ട് അതിനുമ്പോ കുമാർ ചേർത്ത് എന്നെ വിശാല ഹിന്ദുവാക്കിയെന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ്. ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ഹിന്ദുമത രീതികളെയും ഹിന്ദുക്കൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള പേര് നിർമ്മാണത്തെക്കുറിച്ചിട്ടൊക്കെ. കാരണം ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാൾക്ക് സലീം എന്നുള്ള പേര് വെച്ചാൽ എന്താണ് കുഴപ്പം, അല്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. എന്താണ് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അയാളുടെ ഒരു മുസ്ലിം ആയിട്ടുള്ള പേരിന് ഒരാൾക്ക് ചിലപ്പോൾ എന്താ പറയുക, അബ്ദുള്ള എന്നൊരു പേരുണ്ടായിരിക്കും. പേര് മാത്രം ചിലപ്പോൾ അയാൾക്ക് അബ്ദുള്ള എന്നുണ്ടാവുള്ളൂ. അയാൾ ആ ഒരു മുസ്ലിമിന്റെ എന്താ പറയുക രീതികളെ വെച്ചിട്ടൊന്നും ജീവിക്കുന്നില്ല എങ്കിൽ അയാൾക്കൊരു മുസ്ലിം നാമമുണ്ടെന്നേ ഉള്ളൂ. അയാളൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയാണെന്ന് പറയാൻ സാധിക്കില്ല. 100% സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, തീർച്ചയായിട്ടും പറയാം. ഞാൻ മനസ്സിലാക്കിയത്തോളം അങ്ങനെയാണ്. അതുപോലെ തന്നെയല്ലേ ഹിന്ദുക്കളും. ഹിന്ദു പേരേ ഉണ്ടാവുള്ളൂ. ആ ഒരു വഴിക്കൊന്നും ജീവിക്കുന്നില്ലെങ്കിൽ, ആ ഒരു സംസ്കാരമായിട്ട് ജീവിതം പോകുന്നില്ലെങ്കിൽ അയാൾ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾ പറയുന്നതൊക്കെ തന്നെയാണ്, സലീം കുമാറും പറയുന്നതൊക്കെ തന്നെയാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് സലീം കുമാർ ചോദിക്കുന്നത്. അന്ന് മുതലേ ഇയാൾ ഈ ഇത്തരം സംഗതികളൊക്കെ നന്നായിട്ടൊക്കെ പരിഹസിച്ചിട്ടുള്ള ഒരു ആളാണ്. ഇനി അദ്ദേഹത്തിന് വേറൊരു വീഡിയോ ഉണ്ട്. ഏറ്റവും കൂടുതൽ പേടിച്ചൊരു പാട്ടാണത്. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ എൻ്റെ ഒരു ബന്ധു കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വീട്ടിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ സിനിമ വെച്ച സമയത്താണ് അദ്ദേഹം ഭയപ്പെട്ടു പോയത്. ഗ്രാമഫോൺ എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയിലേക്ക് വന്ന് നോക്കുമ്പോൾ അതിൽ മുരളിച്ചേട്ടനുണ്ട്, ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ട്, നമ്മുടെ രഞ്ജോളി മൂസയുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ. മുരളി എന്ന് പറയുന്നൊരു അതുല്യമായിട്ടുള്ള നടനോടൊപ്പമൊക്കെ തബല ഭാസ്കരൻ എന്ന് പറയുന്ന വേഷമാണ് അതിൽ ഇദ്ദേഹം ചെയ്തത്. അദ്ദേഹം ആ ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ അതിലുള്ള ഒരാളും ജീവിച്ചിരിക്കുന്നില്ല. ജീവനോടുള്ള ഒരു ഏക മനുഷ്യൻ ഞാൻ മാത്രമെന്ന് സലീം കുമാർ തിരിച്ചറിയുമ്പോൾ അയാൾക്ക് പേടി തോന്നുകയാണ്. ഒരു തരത്തിൽ പറയുന്നത് പ്രേതങ്ങളോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയിരിക്കാം.
അല്ലെങ്കിൽ എനിക്കും എന്താ പറയുക ഇത്രയല്ലേ ഉള്ളൂ ജീവിതം എന്നൊക്കെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കാം. പല വിധത്തിലുള്ള വികാരങ്ങളിലൂടെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ഈ മനുഷ്യൻ കടന്നു പോയതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയായാലും അതൊരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ മുമ്പിലേക്ക് എത്രയേറെ കഥാപാത്രങ്ങൾ, മീശമാധവൻ, ദിലീപിനൊപ്പം തന്നെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും നമുക്ക് അത്രയേറെ ചിരി തരുന്ന, ഇപ്പോഴും 90s കിഡ്സിന് മുഴുവൻ മീമുകളായിട്ടും ഡയലോഗുകളായിട്ടൊക്കെ അവർ ജീവിതത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. ഇദ്ദേഹം മരിക്കുന്നില്ല എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും സലീം കുമാർ മരിക്കാനൊന്നും പോകുന്നില്ല. കാരണം മലയാളികൾ ഉള്ളിടത്തോളം കാലം മലയാളികൾ സൗഹൃദത്തോടു കൂടിയിട്ട് ഭയങ്കരധികം സൗഹൃദ ഭാവത്തോടു കൂടി സംസാരിക്കുന്നിടത്തോളം കാലം സലീം കുമാറിൻ്റെ ഡയലോഗുകളൊക്കെ വായിലറിയാതെ വന്നു പോകും. അങ്ങനെയാണ് ഇനി ആ ഒരു മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഫ്രെയിമിലെ എന്താ പറയുക ജീവനില്ലാത്ത ഒരാളായിട്ട് സലീം കുമാർ കൂടി മാറുന്നു എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ബൈ.